സൂപ്പർ താരങ്ങളുടെ മുഖച്ഛായയുള്ള കുറച്ച് നടന്മാരെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇവരെ കാണാൻ അത് ഏതാണ്ട് അവരെ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. അതിലാദ്യമായിട്ട് നമ്മുടെ സുരേഷ് ഗോപി പോലെ തന്നെ മറ്റൊരു നടനുണ്ട് മലയാളത്തിൽ. കാണാൻ സുരേഷ് ഗോപിയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഏകദേശം താടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ഗോകുൽ സുരേഷ് എന്നാണ്. സുരേഷ് ഗോപിയായിട്ട് നല്ല ചായയുണ്ട് അദ്ദേഹത്തിന്. വലിയ സിനിമകളൊന്നും അധികം സിനിമകളൊന്നും അദ്ദേഹം അഭിനയിച്ച് തുടങ്ങിയിട്ടില്ല. അടുത്തയാൾ മോഹൻലാലിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു നടനാണ്. മോഹൻലാലിനെ പോലെയൊക്കെ ഏതാണ്ട് നല്ല ചായയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം കൂടുതൽ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേര് പ്രണവ് മോഹൻലാൽ എന്നാണ്. ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുമായിരിക്കും. അടുത്തയാൾ ശ്രീനിവാസനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു നടനാണ്. അദ്ദേഹം ഒരു പാട്ടുകാരനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് വിനീത് ശ്രീനിവാസൻ. മമ്മൂട്ടിയുടെ അതേ സൗന്ദര്യവും അതേ പൊക്കമൊക്കെ ഉള്ളൊരു നടൻ മലയാള സിനിമയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ദുൽഖർ സൽമാൻ എന്നാണ്. മമ്മൂട്ടിയെ പോലെ നല്ല ചായയുണ്ട് അദ്ദേഹത്തിന്. മമ്മൂട്ടിയായിട്ട് ഇതുവരെ അഭിനയിച്ചിട്ടില്ല അദ്ദേഹം, പക്ഷേ മമ്മൂട്ടിയേക്കാൾ വലിയ സ്റ്റാറാണ്. ജയറാമിൻ്റെ അതേ ചായയുള്ള ഒരു നടൻ മലയാളത്തിലും തമിഴിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ജയറാമിനെ പോലെ തന്നെയാണ് കാണാൻ അദ്ദേഹത്തെ കാണാൻ ജയറാമിനെ പോലെ തന്നെയാണ്. ജയറാമിൻ്റെ പഴയ കുട്ടിക്കാലമൊക്കെ അദ്ദേഹത്തെ കാണുമ്പോൾ ഓർമ്മ വരും. അദ്ദേഹത്തിൻ്റെ പേര് കാളിദാസ് ജയറാം എന്നാണ്. നല്ല ചായയുണ്ട്, ജയറാമുമായിട്ട് നല്ല ചായയുണ്ട്. അടുത്തയാൾ ഷമ്മി തിലകനാണ്. ഷമ്മി തിലകൻ്റെ അതേ മുഖച്ചായുള്ള ഒരു നടൻ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. വില്ലനായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അഭിമന്യു എന്നാണ്. അദ്ദേഹത്തെ കാണാൻ ഷമ്മി തിലകനുമായിട്ട് നല്ല മുഖച്ചായയുണ്ട്. അദ്ദേഹത്തെ എന്താ പറയുക, അദ്ദേഹം ഒരു നായക നടനാകാനുള്ള എല്ലാ യോഗ്യതയുള്ളൊരു നടനാണ്. അടുത്തയാൾ ഹരിശ്രേഷ്ഠനാണ്. ഹരിശ്രേഷ്ഠനെ പോലെ തന്നെ മറ്റൊരു നടൻ മലയാള സിനിമയിലുണ്ട്. അർജുന അശോകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹരിശ്രേഷ്ഠനുമായിട്ട് നല്ല ചായയുണ്ട് അദ്ദേഹത്തിന്. അടുത്തയാൾ വിക്രമാണ്. വിക്രമിനെ പോലെ തന്നെ തമിഴിലും തെലുങ്കിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടനുണ്ട്. അദ്ദേഹത്തെ കാണാൻ വിക്രമിനെ പോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ധ്രുവ് എന്നാണ്. ഇദ്ദേഹം വിക്രമിനെ പോലെ തന്നെയാണ്. വിക്രമിൻ്റെ ചെറുപ്പമാണ് നമുക്ക് ഓർമ്മ വരുന്നത്.